സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം കൂടി. മലപ്പുറം വണ്ടൂർ തിരുവാലി സ്വദേശിയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായി ദിൽഷ തിലകൻ കോഴിക്കോട് നമുക്കൊപ്പമുണ്ട്. ദിൽഷ, കുറെ കൂടി ജാഗ്രത കൈവരിക്കേണ്ട ഒരു സമയമാണ് എന്ന് തോന്നുന്നു. ഒരു മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇനി എത്ര പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മാത്രം ചികിത്സയിലുള്ളത്? ഇപ്പോൾ മരിച്ച ആളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ബിനിൽ, തീർച്ചയായിട്ടും കുറച്ചുകൂടി ജാഗ്രത വേണ്ട ഒരു സമയം തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മലപ്പുറം വണ്ടൂർ സ്വദേശിനിയായിട്ടുള്ള 56-കാരിയാണ് മരിച്ചിട്ടുള്ളത്. ഇവർ ഏകദേശം ഈ മാസം 4-ാം തീയതിയാണ് രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. 4-ാം തീയതി മുതൽ ഇന്നലെയോടുകൂടി രോഗം മൂർച്ഛിക്കുകയായിരുന്നു. പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. ഇതോടുകൂടി കഴിഞ്ഞ 1.5 മാസത്തിനിടെ ഇപ്പോൾ 5 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് 10 പേരാണ്. ഇതിൽ കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ഒരു 35 വയസ്സുകാരന് ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു 10 വയസ്സുകാരന് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുട്ടിക്കും രോഗം മൂർച്ഛിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തായാലും അതീവ ജാഗ്രത വേണ്ട ഒരു സമയമാണ്. കാരണം നമുക്കറിയാം, നിലവിൽ കഴിഞ്ഞ 1.5 മാസത്തിനിടെ 5 മരണമായിരിക്കുന്നു. ഇതിൽ മരിച്ച 2 പേരുടെ രോഗത്തിൻ്റെ ഉറവിടം മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അതായത് താമരശ്ശേരി സ്വദേശിയായിട്ടുള്ള 4-ാം ക്ലാസ്സുകാരി അനയ, അതുപോലെ തന്നെ ഓമശ്ശേരി സ്വദേശിയായിട്ടുള്ള 3 മാസം പ്രായമുള്ള കുഞ്ഞ്. ഈ 2 പേരുടെ രോഗബാധയുടെ ഉറവിടം മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. മരിച്ച 3 പേരുടെയും നിലവിൽ ചികിത്സയിലുള്ള 10 പേരുടെയും രോഗബാധയുടെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഒരു വിഷയം സത്യത്തിൽ ആരോഗ്യവകുപ്പിനെ കൂടുതൽ കുഴപ്പിക്കുന്നുണ്ട്. കാരണം കൂടുതൽ പേരിലേക്ക് ഈ രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ പേർ രോഗലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ വരുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏറ്റവും അപകടകാരിയായിട്ടുള്ള നെഗ്ലേറിയ ഫൗളേറിയ എന്ന് പറഞ്ഞിട്ടുള്ള അമീബയാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചവരിലും മരിച്ചവരിലും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മൾക്ക് നേരത്തെ അറിയാം, ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലൂടെയും ചെളിവെള്ളങ്ങളിലൂടെയൊക്കെ വരുന്ന തരത്തിലുള്ള അമീബയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ആയിട്ട് മാറുന്നതും അത് മരണത്തിനൊക്കെ സാഹചര്യം ഉണ്ടാക്കുന്നതും. എന്നാൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസമൊക്കെ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പൊടിപടലങ്ങളിലൂടെ വരുന്ന അമീബയും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 1-2 പേരിൽ, ഇത്തരത്തിൽ ചികിത്സയിലുള്ള 1-2 പേരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്തായാലും മാസ് ക്ലോറിനേഷൻ നടപടികളൊക്കെ തന്നെ ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ, അതുപോലെ തന്നെ പ്രാദേശിക ജലസ്രോതസ്സുകളിലെ വെള്ളം ശേഖരിച്ചുകൊണ്ട് വെള്ളത്തിൻ്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും കൂടുതൽ ജാഗ്രത വേണ്ട ഒരു സമയമാണ്. പലരുടെയും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. കഴിഞ്ഞ 1.5 മാസത്തിനിടെ 2 മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ബിനിൽ. ഓക്കെ, ശരി. അപ്പോൾ കൂടുതൽ ജാഗ്രത വേണ്ട, കൂടുതൽ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് സംസ്ഥാനത്ത് ആകെ നിലനിൽക്കുന്നത്. ദിൽഷ തിലകനാണ് വിവരങ്ങൾ നൽകിയത്.